സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമയിൽ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഏറ്റവും മികച്ച മാർക്കറ്റിംഗ് തന്ത്രമാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ ഉയർത്തിക്കാട്ടിയുള്ള മാർക്കറ്റിംഗ്. ആദ്യ ദിവസങ്ങളിൽ ചിത്രം ഉയർന്ന കളക്ഷൻ നേടി റെക്കോർഡുകൾ തീർത്തു എന്ന രീതിയിൽ വാർത്തകൾ സൃഷ്ടിക്കുക. ഇത് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ നേടിക്കൊടുക്കുന്ന പ്രമോഷൻ വളരെ വലുതാണ്. അടുത്ത കാലത്ത് പല ചിത്രങ്ങളുടെയും കളക്ഷൻ പെരുപ്പിച്ച് കാണിക്കുന്നുവെന്ന് ആരോപണം ഉണ്ടായിരുന്നു. 100 കോടിയും 50 കോടിയും 25 കോടിയുമൊക്കെ ഇത്ര ദിവസത്തിനുള്ളിൽ കടന്ന് റെക്കോർഡിട്ട ചിത്രമെന്ന അവകാശവാദവും പരസ്യവും ഇനി നടക്കില്ല. സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ ഇ ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ഇതോടെ എത്ര പേർ സിനിമ കണ്ടെന്നും എത്ര കളക്ഷൻ ഓരോ തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചെന്നുമുള്ള കണക്കുകൾ കൂടുതൽ സുതാര്യമാകും. നിർമ്മാതാക്കൾ പുറത്തുവിടുന്ന കണക്കുകളിലൂടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിയുന്ന കളക്ഷൻ. എന്നാൽ ഇനി മുതൽ ഓരോ പ്രേക്ഷകരും ചിത്രം എത്രത്തോളം ബോക്സ് ഓഫീസിൽ നേടി എന്ന് നേരിട്ട് തന്നെ അറിയാൻ സാധിക്കും. സിനിമയുടെ ബോക്സ് ഓഫീസ് വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതും ഇനി കൂടുതൽ എളുപ്പമായിരിക്കും. ഇൻഫർമേഷൻ കേരള മിഷനാണ് ഈ ടിക്കറ്റിൻ്റെ ചുമതല. ചലച്ചിത്ര വികസന കോർപ്പറേഷന് കീഴിലുള്ള തിയേറ്ററുകളിലാണ് ആദ്യഘട്ടത്തിൽ ഈ ടിക്കറ്റിംഗ് നടപ്പാക്കുന്നത്. പിന്നീട് സ്വകാര്യ തിയേറ്ററുകളിലേക്കും വ്യാപിപ്പിക്കും. 5 ദിവസത്തിന് ശേഷമായിരിക്കും മറ്റു തിയേറ്ററുകളിലേക്ക് വ്യാപിപ്പിക്കുന്നത്. സിനിമാ വിതരണവും പ്രദർശനവും കൂടുതൽ സുതാര്യമാക്കുന്നതിനൊപ്പം സിനിമ കാണുന്നവരെ കൂടി പരിഗണിച്ചാണ് ഈ ടിക്കറ്റിംഗ്. ജനങ്ങൾക്ക് കൂടി ഓരോ സിനിമയ്ക്കും ലഭിക്കുന്ന കളക്ഷൻ എത്രയെന്ന് മനസ്സിലാക്കുന്ന വിധത്തിലാണ് ഈ ടിക്കറ്റിംഗ് ക്രമീകരിക്കുന്നതെന്ന് KSFDC ചെയർമാൻ ലെനിൻ രാജേന്ദ്രൻ പറഞ്ഞു. എന്താണേലും ഇത് നടപ്പിലാക്കുന്നതിലൂടെ കളക്ഷൻ പെരുപ്പിച്ച് കാണിക്കുന്നതിന് അവസാനമാകുമെന്ന് ഉറപ്പ്. ഒപ്പം നേടിയ കളക്ഷൻ കൃത്യമായി പുറത്തുവിടുന്ന നിർമ്മാതാക്കൾക്ക് തള്ള് എന്ന ആക്ഷേപവും ഇനി കേൾക്കേണ്ടി വരില്ല. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.